വർഷങ്ങളുടെ അനുഭവ സമ്പത്തുമായാണ് കാസർഗോഡ് സ്വദേശിയായ പ്രമോദ് അപ്യാൽ എന്ന പരിശീലകൻ തിരുവനന്തപുരത്തെ കലോത്സവ വേദിയിലെത്തിയിരിക്കുന്നത്. പീലിക്കോട് സ്കൂൾ മുതൽ 11 ജില്ലകൾക്ക് വേണ്ടിയാണ് പരിശീലനം. എന്നാൽ ഇത്തവണ കലോത്സവ വേദിയിലെത്തിയത് ഒരാഗ്രഹവുമായാണ്. മലബാർ മേഖലയിലെ ഭഗവതി കാവുകളിൽ പുരുഷന്മാർ അവതരിപ്പിക്കുന്ന അനുഷ്ഠാന കലയാണ് പൂരക്കളി. 25 വർഷമായി പൂരക്കളിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പരിശീലകനുണ്ട്, പ്രമോദ് അപ്യാർ. ആ അധ്യാപകന് ഇപ്പോൾ വലിയൊരു സ്വപ്നം കൂടിയുണ്ട്. പൂരക്കളിക്ക് വേണ്ടി മാത്രം ബാക്കി വെച്ച ജീവിതം. അങ്ങ് കാസർഗോഡ് നിന്ന് വണ്ടി കയറി തിരുവനന്തപുരത്തെ കലോത്സവ വേദിയിൽ എത്തി നിൽക്കുമ്പോൾ പ്രമോദ് അപ്യാർ എന്ന പൂരം പരിശീലകന് പറയാൻ വർഷങ്ങൾ നീണ്ട കഥയുണ്ട്. അനുഷ്ഠാന കലയിൽ നിന്ന് പൂരക്കളി ജനകീയമാക്കിയതിൽ കാസർഗോഡുകാരനായ പ്രമോദ് അപ്യാരുടെ പങ്ക് വലുതാണ്. ഇത്തവണ തിരുവനന്തപുരത്ത് 11 ജില്ലക്കാർക്ക് പരിശീലകന്റെ വേഷമണിഞ്ഞാണ് അധ്യാപകന്റെ വരവ്. എല്ലാവരോടും സ്നേഹത്തോടെ പറഞ്ഞു വെക്കുന്നത് ഒന്നു മാത്രം: 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമും 14ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന ടീമും ഒരേപോലെയായിരിക്കും ഉണ്ടാവുക, എ ഗ്രേഡ് എന്ന് പറയുന്നത്. പക്ഷെ അത് നമുക്ക് കാണികളിലൂടെ നമ്മളാണ് ഏറ്റവും ബെസ്റ്റാണെന്ന് തെളിയിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം. മനസ്സിലായോ? കാണികളെ നമുക്ക് ആ ഒരു രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റണം. പുരുഷന്മാർ മാത്രം അവതരിപ്പിച്ചിരുന്ന പൂരക്കളിയിലേക്ക് സ്ത്രീകൾ കൂടി പതിയെ കടന്നുവരുന്നു. അതിനു പിന്നിലും ഈ മനുഷ്യന്റെ പ്രയത്നമുണ്ട്. ഇനിയുള്ള ആഗ്രഹം പെൺകുട്ടികൾക്ക് കൂടി മത്സരരംഗത്തേക്ക് കടന്നുവരാൻ ഒരു ഇടപെടൽ ഉണ്ടാവണം. പൂരക്കളി സ്ത്രീകളിലേക്കും കൂടി വ്യാപിക്കാൻ ഒരു പ്രധാന കണ്ണിയെന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ കുറേ കാലം ഈ സ്ത്രീകളിൽ ഇങ്ങനെ ഉണ്ടെന്ന് പറയപ്പെടുന്നതല്ലാതെ ആരും അങ്ങനെ തയ്യാറായില്ല. തുല്യത നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മളെപ്പോഴും അവരെ അടിച്ചമർത്തുന്ന ഒരു രീതിയാണല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കായിക ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു വ്യായാമം കൂടിയാണ്. ഇത് വന്നില്ല, വരണമെന്ന നല്ല ആഗ്രഹമുണ്ട്. കാസർഗോഡ് മുതൽ പത്തനംതിട്ട വരെയാണ് 11 ജില്ലയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പരിശീലനം ഇത്തവണ നൽകിയിരിക്കുന്നത്. എവിടെ നോക്കിയാലും പ്രമോദേട്ടന്റെ കുട്ടികൾ മാത്രം. വേഷമണിയിച്ച് ആത്മവിശ്വാസം പകർന്ന് വേദിയിലേക്ക് പറഞ്ഞയച്ചാലും നെഞ്ചിടിപ്പ് തീരുന്നില്ല. അതിങ്ങനെ തുടരും, പൂരക്കളിക്ക് വേണ്ടി ജീവിക്കുന്നതുവരെ, പൂരക്കളി തുടരുന്നതുവരെ. ക്യാമറാമാൻ അജിത് കുമാറിനൊപ്പം കലോത്സവ വേദിയിൽ നിന്നും മേഘ മാധവൻ.